Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചോറിന്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ പൊതുവേ എല്ലാ വീടുകളിലും തന്നെ വഴുതനങ്ങ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വഴുതനങ്ങ ചിലപ്പോൾ തോരനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളൊന്നും കഴിച്ചോളുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. പെട്ടെന്ന് തീരാൻ എളുപ്പമുണ്ട്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ അതുപോലെ തന്നെ വളർത്താനും നല്ല എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വഴുതനങ്ങ. അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു സാധനം തന്നെയാണ് വഴുതനങ്ങ. അപ്പം അതുകൊണ്ട് തന്നെ വീടുകളിൽ ഒട്ടുമിക്കാറും കുറേ ഉണ്ടാവുകയും ചെയ്യും വഴുതനങ്ങ. അപ്പോൾ എന്നാൽ ആർക്കും വേണ്ടതാനും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 250 ഗ്രാം വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് കട്ടിക്കൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു തിക്നെസ് എങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലിട്ട് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മീനൊക്കെ വറുത്തെടുക്കും പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആവരുത്. അപ്പോൾ ഇനി ഇതൊക്കെ ഓരോന്നും ഇതുപോലെ തന്നെ പുരട്ടി എടുത്തു വെക്കാം കേട്ടോ നമുക്ക്. അതായത് ഇപ്പോൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വയ്ക്കാം. ഈ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വഴുതനങ്ങയ്ക്ക് പകരമായിട്ട് നമ്മുടെ കത്രിക്കയില്ലേ, വയലറ്റ് കളറായിട്ടിരിക്കണേ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാൻ ഭംഗി ആ ഒരു വയലറ്റ് കളറിലുള്ള അതാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ സൈഡിൽ കൂടെ ഒക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനി വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങ കയ്പുള്ള ടൈപ്പ് വഴുതനങ്ങ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വഴുതനങ്ങയൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്യാനൊന്നുമായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. പിന്നെ അടുത്ത വാശി ഇതുപോലെ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.